ആദിപരാശക്തി അമ്മേ കുമാരനല്ലോ അമ്മേ ദക്ഷിണ ഭാരതത്തിലെ അതിപ്രധാനമായ ശ്രീകൃഷ്ണ സങ്കേതങ്ങളിലൊന്നാണ് തളിപ്പറമ്പിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കംസവധത്തിന് ശേഷമുള്ള രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ സന്നിധിയിലെ ഉത്സവ കാഴ്ചകൾ ഏറെ പ്രശസ്തമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവങ്ങളിലൊന്നായ തൃച്ചംബരം ഉത്സവത്തോടനുബന്ധിച്ചും അല്ലാതെയും ക്ഷേത്രമുറ്റത്തെ വൈകുന്നേരങ്ങളെ ഭക്തിസാന്ദ്രമാക്കുന്ന ഒരു ഭജന സംഘമുണ്ട്. ആ വിശേഷങ്ങളിലേക്ക്. കുമാരനായി പണ്ടു പടിതേക മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലായി കുമാരനായി പണ്ടു പടിതേക മന്ദിരം കുമാരനല്ല. നൈവേദ്യത്തിന് ശേഷമുള്ള അഭിഷേകം, ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കാത്ത ആചാരം തുടങ്ങി തനിമയാർന്ന ഒട്ടേറെ പ്രത്യേകതകളുള്ള പുണ്യ സങ്കേതമാണ് തൃച്ചംബരം. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ സായാഹ്നങ്ങൾക്ക് ഈണമിടുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തൃച്ചംബരം സ്വദേശിനിയായ ഗീതയുടെയും സംഘത്തിന്റെയും ഭജനാലാപനം. മനസ്സും മെയ്യും മറന്ന് ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ ഭക്തരെ പ്രേരിപ്പിക്കുന്നതാണ് ഇവരുടെ ഓരോ കീർത്തനങ്ങളും. ഗീതയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ക്ഷേത്രത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിന് പകരുന്ന ചൈതന്യം ചെറുതല്ല. കാലം എത്ര കഴിഞ്ഞിട്ടും പുതുതലമുറയിലെ കുട്ടികൾ പോലും ഈ ഭജനയിൽ പങ്കാളികളാകാൻ എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിന്റെ സായാഹ്നങ്ങളെ ഭക്തിസാന്ദ്രമാക്കുന്നതിൽ ഇവരുടെ ഭജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വർഷങ്ങളായി തുടർന്നു വരുന്ന ഭജനയിൽ പങ്കെടുക്കാൻ പുതുതലമുറയിൽപ്പെട്ടവരും എത്തുന്നുവെന്ന സന്തോഷവും ഇവർ പങ്കുവയ്ക്കുന്നു. ശംഭരേശ പാഹി പാഹി തൃച്ചംബരേശ പാഹി പാഹി ശംഭരേശ പാഹി പാഹി തൃച്ചംബരേശ പാഹി പാഹി. ഇവിടെ തൃച്ചംബരം അമ്പലത്തിൽ നമ്മൾ 10-30 വർഷത്തിന് മേലെയും ഭജന ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. കുട്ടികളും അതേപോലെ അടുത്തുള്ള ആൾക്കാർ കുട്ടികളുണ്ടാകും. എല്ലാവരും നല്ല അനുഭവങ്ങളാണ്. എൻ്റെ മകളാണെങ്കിലും ഉണ്ടായിരുന്നു. അവൾ പഠിച്ച് ഡോക്ടറായി. മറ്റുള്ള കുട്ടികളെല്ലാവരും നല്ല പ്രശ്നമില്ല, ആരും മോശമല്ല. ഇവിടെ നിന്ന് ഭരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഇനിയും നമുക്കിനിയും നാമജലം തന്നെ ആകാം, നമ്മുടെ കുട്ടികളായാലും ഏത് കുട്ടികളായാലും. അപ്പോൾ ആഗ്രഹം 6:30 തുടങ്ങാറുണ്ട്. എല്ലാ ദിവസവും ഭജനയുണ്ട് 7:30 വരെ. ഉത്സവകാലത്ത് 6:30 തുടങ്ങും. എല്ലാ ദിവസവും തുടങ്ങും. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഭജനയുണ്ട്. വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഭക്തചന്ദ്രൻ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കുന്നു. 25 വർഷത്തിലധികമായി തൃച്ചംബരം സ്വദേശിയായ ഗീത ഇവിടെ ഭജനയെ അവതരിപ്പിക്കുന്നുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് ഭജനയിൽ പങ്കാളികളാകാൻ എത്തുന്നത്. ഉത്സവ സമയങ്ങളിൽ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയും ഭജനയുടെ മാറ്റുകൂട്ടുന്നു. ഈ വർഷത്തെ ഉത്സവം മാർച്ച് 6 മുതൽ 20 വരെയാണ്. अपार महिमा